ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈയിടെയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻസ് ആണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കളിക്കുന്ന നമ്മുടെ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കുറേ വീഡിയോസൊക്കെ വരാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ റൂം കളിക്കുന്നതും അങ്ങനെ കുറേ വീഡിയോസ് വരാനായിട്ടുണ്ട്. ഉടനെ തന്നെ എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നും നമ്മൾ വന്നേക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്നൊരു റൂം മാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്, അതും 1v1. ഞാനങ്ങനെ വലുതായിട്ട് റൂം മാച്ച് ഒന്നും കളിക്കുന്ന ആളല്ല. പിന്നെയും 4v4 ഒക്കെ വല്ലപ്പോഴും ഒക്കെ കളിക്കാറുണ്ട്, അതും വിരലെണ്ണാവുന്ന അത്രയൊക്കെ കളിച്ചിട്ടുള്ളൂ. പിന്നെ 2v2 3v3 ഒക്കെ കളിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. 1v1 കളിച്ചേക്കുന്നത് ആകെപ്പാടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ റെയർലെസ്സിൻ്റെ കൂട്ടത്തിൽ മാത്രമാണ്. അത് റെയർലെസ് കുറേ നിർബന്ധിക്കുമ്പം ജസ്റ്റ് ഒന്ന് ചെല്ലും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഗൈസ് എനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ കൂട്ടത്തിൽ ഞാൻ 1v1 കളിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ സബ്സ്ക്രൈബർ തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ഇൻസ്റ്റയിൽ ഇങ്ങനെ വന്ന് മെസ്സേജ് അയച്ചു 1v1 കളിക്കാമെന്നും പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങൾ 1v1 കളിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഗൈസ്, ഇതൊരു ഫ്രണ്ട്ലി മാച്ച് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ റൂൾസും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രോ പ്ലെയർ ഒന്നും അല്ല, ന്യൂബൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെന്നത്. പിന്നെ കുത്തിപ്പിടി മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, ഹെഡ് അടിക്കാൻ ശ്രമിച്ചാലൊന്നും വലിയ രീതിയിൽ വരാറില്ല, വിചാരിക്കുന്ന പോലെ ഒന്നും എത്താറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ചെന്നത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും കമൻറ്റ്സ് പറയണമെങ്കിൽ അത് എൻ്റർടൈൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓപ്പോസിറ്റ് നിന്ന ആൾ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ആൾ 1 ടാപ്പിലാണ് കൂടുതലും പ്രോയെ, എനിക്ക് പിന്നെ കുത്തിപ്പിടിയാണ്. മാത്രമല്ല ഞാനങ്ങനെ വലിയ രീതിയിൽ റൂമും കാര്യങ്ങളൊന്നും കളിക്കാത്ത ഒരാളായതുകൊണ്ടും എനിക്കിതിൻ്റെ റൂൾസോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അകപ്പാടെ ഗ്രനേഡ് യൂസ് ചെയ്യരുതെന്നറിയാം. പിന്നെ ചിലവർ പറയാറുണ്ട് മാഗ് എടുക്കാൻ പാടില്ല എന്നൊക്കെ. ഏതായാലും ഞാൻ ഈ ഗെയിമിൽ മാഗൊന്നും എടുത്തില്ല. UMPയും പിന്നെ ഡെസേർട്ട് ഈഗിളും AC80 ആണ് ഗൈസ് എടുത്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു നല്ല അടിപൊളി പ്ലെയറാണ്. 1 ടാപ്പിലൊക്കെ പ്രോ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് പറയുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഫണ്ണായിട്ട് മാത്രം എടുക്കുക. കാരണം നമ്മളുടെ പർപ്പസ് എന്ന് പറയുന്നത് എൻ്റർടൈൻ ആണ്. നിങ്ങൾ കാണുന്ന നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പറയുന്ന കമൻറ്റ്സ് ആണ്, അല്ലാതെ ആരെയും പേഴ്സണലി ജഡ്ജ് ചെയ്യാനോ കളിയാക്കാനോ ഒന്നും അല്ലാന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂട്ടത്തിൽ റൂം കളിക്കുന്നത് 1v1ഉം 4v4ഉം ഒക്കെ കളിക്കുന്ന വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാണ് ജയിച്ചതെന്നൊക്കെ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. അല്ല പോലെ ഗൈസ്, ഒരേ ഒരു മിനിറ്റ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. വേറൊന്നുമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അങ്ങനെ ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റോ ഡിസ്ക്രിപ്ഷനോ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ കൂടുതലൊന്നും ആഡ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഇനി ഈ റൗണ്ടിനെ കുറിച്ച് പറയാം. അങ്ങനെ സെക്കൻഡ് റൗണ്ടും ഫസ്റ്റ് റൗണ്ടും ഒക്കെ വിക്ടറി അടിച്ച് നമ്മൾ അതിൻ്റെ തേർഡ് റൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഡെസേർട്ടുകളൊക്കെ വെച്ചിട്ട് 1 ടാപ്പ് അടിക്കാനായിട്ട് നല്ല രീതിയിൽ നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഡെസേർട്ടുകൾ വെച്ചിട്ട് 1 ടാപ്പ് ഒന്നും കയറുന്നില്ല. ഞാൻ ഈ ഒരു റൂമിൽ നിന്നും പിന്നെ നമ്മുടെ ഇതുവരെയുള്ള ഗെയിമിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പണ്ടത്തെ പോലെ എനിക്ക് 1 ടാപ്പ് അടിക്കാനായിട്ട് പറ്റുന്നില്ല. പണ്ട് ഇടയ്ക്കെങ്കിലുമൊക്കെ അടിക്കുമായിരുന്നു, ഇപ്പോൾ നോക്കിയിട്ടൊന്നും ഒരു 1 ടാപ്പ് പോലും കയറുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ആ ലോങ് ബ്രേക്ക് ഞാൻ എടുത്തതാണ്. ലോങ് അല്ലെങ്കിലും ഒരു ചെറിയ ബ്രേക്ക് എടുത്തായിരുന്നു എക്സാം ടൈമിൽ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു എന്തോ ഇനിയിപ്പോൾ പ്രാക്ടീസ് ചെയ്യണം അത്. അങ്ങനത്തെ പിന്നെ കുത്തിപ്പിടിക്കാമെന്ന് തന്നെ വിചാരിച്ചു. കുത്തിപ്പിടിക്കുവാണ് നല്ല രീതിയിൽ. അപ്പോൾ നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊള്ളുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് നോക്കാവുന്നില്ല. അതിന് മുമ്പ് അവൻ ഗ്ലൂ വാൾ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ അവൻ്റെ അത്രയും ഇതായിട്ട് ഗ്ലൂ വാൾ ഇടാനായിട്ട് അറിയത്തില്ല. എനിക്ക് പെട്ടെന്ന് ഗ്ലൂ വാൾ വരില്ല. പിന്നെ നമ്മൾ മാക്സിമം ഗ്ലൂ വാൾ അധികം ഇടാതെ തന്നെ പിടിച്ച് വെക്കാനായിട്ട് ട്രൈ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കുമ്പോൾ തന്നെ ആളെന്ത് ചെയ്യും, ഗ്ലൂ വാൾ ഇടും. പിന്നെ ഞാനും സോൺ വരുന്ന കാരണം കയറി അങ്ങോട്ട് ഗ്ലൂ വാൾ ഇട്ടു. അപ്പോഴത്തേക്കും എന്തേ അവൻ പിന്നെയും ഗ്ലൂ വാൾ ഇട്ട് അടിക്കാനായിട്ട് പോയപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ സ്റ്റക്ക് ആവുമെന്ന്. പിന്നെ ഒരു വിധത്തിൽ കറങ്ങിയൊക്കെ പോയി. അപ്പോഴത്തേക്കും അവൻ ഗ്ലൂ വാൾ ഇട്ട് അകത്തോട്ട് പോയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൻ അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഡാമേജ് ഒക്കെ തരാമായിരുന്നു. ഇതിപ്പോൾ വലിയ രീതിയിൽ ഡാമേജ് വരാൻ പറ്റിയില്ല, പക്ഷേ എന്തോ എന്നെ സേവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ബാക്കിലോട്ട് പോയി. ഓക്കെ, കയറി വാ. ആളൊരു കോൺഫിഡൻ്റ് ആയിട്ടും എന്നെ സേവ് ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ഗ്ലൂ വാൾ ഇട്ട് കയറുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ സോണും തേണ്ട പതുക്കെ ഷ്രിങ്കായി വരുന്നുണ്ട്. സോൺ ഷ്രിങ്ക് ആവുന്നതനുസരിച്ച് അവൻ ഗ്ലൂ വാൾ ഇട്ടിട്ട് സേഫ് സോൺ പിടിക്കാനായിട്ട് നോക്കുവാണ് മാക്സിമം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇറങ്ങി വരും. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുക്കും. പിന്നെ സോൺ എനിക്കെതിരായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് പിന്നെ ഞാൻ സേഫ് ആവാനായിട്ട് നോക്കി. ഡാമേജ് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ സേഫ് ആവാനാണ് നോക്കിയത്. അപ്പോഴത്തേക്കും അവനും കറങ്ങി തിരിഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ വേണ്ട വിക്ടറി അടിച്ചിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ ലൂട്ട് ബോക്സ് ഒക്കെ നോക്കുവാണ്. ആവശ്യമുള്ള ഒന്നും ഇല്ലാന്ന് എനിക്കറിയാം, എന്നാലും ചുമ്മാ കയറി നോക്കി. പിന്നെ മെഡിക്കിറ്റ് ഒക്കെ യൂസ് ചെയ്തു. അതും കളി തീർന്നപ്പോഴാണ് മെഡിക്കിറ്റ് യൂസ് ചെയ്യാനൊക്കെ തോന്നിയത്. അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് ഗണ്ണും കാര്യങ്ങളും ഒന്നും മാറ്റാനോ എടുക്കാനോ നിന്നിട്ടില്ല. നമ്മുടെ കയ്യിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ള മഷ്റൂം ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഗ്ലൂ വാൾ ഇട്ട് കയറി ചെല്ലുന്നുണ്ട്. അപ്പം ഞാൻ ആൾക്കൊരു ഐഡിയ കൊടുക്കുന്നുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആദ്യത്തെ കുറച്ച് നേരം എനിക്ക് ആൾ എവിടെയാണെന്നൊന്നും മനസ്സിലായിരുന്നില്ല.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഗ്ലൂ വാൾ കണ്ടു. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ ഓർത്തു. അത് കഴിഞ്ഞ് വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് കയറി ചെല്ലാം, നമുക്ക് കുറച്ച് കറങ്ങിയിട്ടൊക്കെ പോകാൻ ഓർത്ത്. അങ്ങനെ വേണ്ട ഇവിടെ വന്ന് ഗ്ലൂ വാളൊക്കെ ഇടുന്നുണ്ട്. എന്നാലും ഞാൻ വരുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന വഴിയാണ് ഞാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞാണ് ഞാനിങ്ങനെ പോകുന്നത്. ചുമ്മാ ഗ്ലൂ വാൾ ഇടുന്നതാണ്. കാരണം എനിമി അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഗ്ലൂ വാൾ ഒന്നും വർക്കാവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഷോ കാണിക്കേണ്ടതെന്ന് ഓർത്ത് വെറുതെ ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് ഗൈസ് ഈ ഗ്ലൂ വാൾ മൊത്തം ഇടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കളി ശ്രദ്ധിച്ചോ, എപ്പോഴെങ്കിലും എനിമി എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ അവിടെ കവർ പോലും എടുക്കാതെ നിൽക്കും. ഗ്ലൂ വാളിൻ്റെ കാര്യം ഒന്നും ഓർക്ക പോലും ഇല്ല. എന്നിട്ടിപ്പം വെറുതെ ഷോ കാണിക്കാൻ ഗ്ലൂ വാൾ ഇടുന്നുണ്ട്. എന്തായാലും ദേ ഹെഡ് അടിക്കാൻ നോക്കിയതാണ്, പക്ഷേ അത് തിരിച്ചായെന്ന് മാത്രം. ഞാൻ ഹെഡ് അടിക്കാൻ നോക്കി, എനിക്ക് ഹെഡ് കിട്ടി. അങ്ങനെ നോക്കായി ദേ അവൻ വിക്ടറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 3-1 എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. തുടക്കം കുറിച്ചിട്ടുണ്ട് ഗൈ. ഇനി എന്താവും നമുക്ക് നോക്കാം ഗൈസ്. എനിക്ക് ഉറപ്പാണ് ഇതെങ്ങാനും ഹെഡ് ഷോട്ടുള്ള മാച്ച് വല്ലതും ആയിരുന്നെങ്കിൽ ഇപ്പം ദേ നമ്മൾ ഡിഫീറ്റ് അടിച്ചിരുന്നേനെ. പിന്നെ ഇതിൽ കുത്തിപ്പിടി ഉള്ളത് കാരണം മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഹെഡ് ഷോട്ടുള്ള വല്ലതും ആയിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിമി ഇപ്പോൾ വിക്ടറി അടിച്ച് പോയിട്ടുണ്ടായേനെ. അപ്പോൾ നമ്മൾ വേണ്ട ചെറുതായിട്ടാണെങ്കിലും ഗ്ലൂ വാളൊക്കെ ഇട്ട് റഷ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്ക് ഒരു ഹിൻറ്റ് തന്നില്ല, ഗ്ലൂ വാളൊന്നും കാണാൻ പോലും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ ബാക്കിലോട്ട് വലിഞ്ഞു. ഇനി എങ്ങാനും എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരുന്നിട്ട് അടിക്കാനുള്ള പ്ലാനാണോ എന്ന്. അത് കഴിഞ്ഞ് എനിമിയെ കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ ഇറങ്ങുന്നത്. എനിക്ക് ആളെ മനസ്സിലായി. പിന്നെ ഞാൻ ഹെഡ് അടിക്കാനായിട്ടൊക്കെ നോക്കുവാണ്. നടക്കുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഡെസേർട്ടികളൊക്കെ എടുത്തിട്ട് ഹെഡ് അടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അതേ തന്നെയാണ് ഗൈസ് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതേണ്ട സോണും പതുക്കെ ഷ്രിങ്കായി വരുന്നുണ്ട്. അപ്പോൾ അതേ പിന്നെ ഞാൻ നല്ല രീതിയിൽ കുത്തിപ്പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ വേഗം ഗ്ലൂ വാളൊക്കെ ഇടും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കറങ്ങി ചെല്ലാൻ ഓർത്തു. കാരണം അവിടെ സോൺ ഏതായാലും ഷ്രിങ്കായി വരുന്നുണ്ട്. ചിലപ്പോൾ പെട്ടുപോകും ഗ്ലൂ വാൾ എങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് പിന്നെ ബാക്ക് വലിഞ്ഞു പോയി. പിന്നെ ഞാനിങ്ങനെ എനിമയെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ വാൾ ഇടാത്ത എന്നാന്ന് വെച്ചാൽ ഗൺ മാറ്റി പിന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഗൺ എടുക്കാനായിട്ട് എനിക്ക് ഒരു 1/4 മണിക്കൂർ വേണം. അതിലും ഭേദം നിന്ന് കുത്തിപ്പിടിക്കുന്നതാണെന്ന് തോന്നിയോണ്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ എനിമി ഇങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ഗ്ലൂ വാളിട്ട് സേഫ് സോണൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെയും ധൈര്യത്തോടെ നല്ല രീതിയിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട്. പിന്നെ അതേ അങ്ങ് കുത്തിപ്പിടിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് എനിക്ക് തോന്നുന്നത് ആളുടെ കയ്യിൽ ഷോർട്ട് റേഞ്ച് ഗൺ മാത്രമേ ഉള്ളതെന്ന്. കാരണം മുമ്പേ നമ്മൾ ഓപ്പൺ സ്പേസിൽ വന്നായിരുന്നു. അപ്പോൾ കുറച്ചെങ്കിലും ലോങ് ആയിട്ട് പോകുന്ന ഒരു ഗണ്ണുണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ഹെഡ് അടിച്ചിടായിരുന്നു. പക്ഷേ യാതൊരുവിധ ഡാമേജും എനിക്ക് കിട്ടിയില്ല. അപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ആളുടെ കയ്യിലുള്ളത് ഷോർട്ട് റേഞ്ച് ഗണ്ണാണെന്ന്. പിന്നെ ഞാൻ മനസ്സിലോർത്തത് ഇങ്ങനെയാണ്, അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും ആളെ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നിന്ന് കളിച്ചപ്പോൾ പിന്നെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഉണ്ട് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഗണ്ണും ഒക്കെ ഉണ്ട്. പിന്നെ ആളെനിക്ക് വിട്ട് തരുന്നതാണോ അല്ലെങ്കിൽ എന്താ സംഭവം, അങ്ങനെയായിരുന്നു പിന്നെ ചിന്തിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ എന്താ കുത്തിപ്പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആൾ നല്ല രീതിയിൽ കുത്തിപ്പിടിക്കുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് വേണേൽ പറയാമായിരുന്നു. ആൾ കയറി വരുന്ന ഞാൻ കണ്ടു. പക്ഷേ ഈ ഗ്ലൂ വാൾ എന്നെ എപ്പോഴും ചതിക്കും ഗൈസ്. അങ്ങനെ അതേണ്ട പിന്നെയും വിക്ടറി അടിച്ചിട്ടുണ്ട്. ഇപ്പം 3-2 പറഞ്ഞാണ് പോയിന്റ് നിൽക്കുന്നത്. പതുക്കെ കയറി വരുവാണല്ലോ ഗൈസ്. നമ്മൾ തോക്കുമോ? എവിടെ നിന്ന് ക്ലൂലെസ് തോറ്റ് ശീലമില്ലല്ലോ എന്നൊക്കെ പറയണമെന്നുണ്ട്. അവസാനം വരെ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പിന്നെയും നമ്മളിതേ കയറി ചെല്ലുന്നുണ്ട്. ഇപ്രാവശ്യം ഏതായാലും എനിക്ക് ആദ്യം തന്നെ ഒരു ഐഡിയ കിട്ടി നമ്മുടെ പ്ലെയർ എവിടെയാണെന്ന്. കാരണം ഗ്ലൂ വാൾ ഇട്ട് ഇങ്ങോട്ട് കയറി വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതേ ഹെഡ് അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഹെഡ് അടിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ വേറെ കണ്ണെടുത്ത് ഹെഡ് അടിക്കാൻ നോക്കി. അപ്പോഴത്തേനും മനസ്സിലായി ഓക്കെ എനിക്ക് നല്ല രീതിയിൽ ഡാമേജ് കിട്ടി. ഇനിയും ഇതും വെച്ച് ഹെഡ് അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല. മെയിൻ ആയത് അങ്ങോട്ട് എടുത്തോ കുത്തിപ്പിടി. അല്ലെങ്കിലും എന്നും ഈ കുത്തിപ്പിടി മാത്രമേ എൻ്റെ കൂടെ കാണുള്ളൂ എന്ന് എനിക്കറിയാം ഗൈസ്. വെറുതെയാണ് ഹെഡ് ഷോട്ടിനെയൊക്കെ സ്നേഹിക്കുന്നത്. അങ്ങനെ ഹെഡ് ഷോട്ടിനെ കുറ്റം പറഞ്ഞ് നമ്മൾ വേണ്ട UMP ഒക്കെ എടുത്ത് കുത്തിപ്പിടിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ആൾ കയറി വരാൻ നോക്കുമ്പോൾ ഞാൻ എല്ലായിടും അങ്ങ് ഗ്ലൂ വാൾ ഇട്ട് മറക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാം കൂടെ ചേർത്തങ്ങ് മാറ്റി ഒറ്റ ഗ്ലൂ വാളാക്കി, ഒറ്റ സൈഡിലോട്ടാക്കി. അപ്പോൾ പിന്നെയും ഡാമേജ് കിട്ടി. അങ്ങനെ പിന്നെയും നമ്മൾ ഗ്ലൂ വാൾ വട്ടത്തിലിട്ടിട്ട് നമ്മുടെ മെഡിക്കിറ്റ് യൂസ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഗ്ലൂ വാളൊക്കെ മാറ്റുവാണ്. അതിന് മുമ്പ് എനിമി എവിടെയാണെന്നൊക്കെ നോക്കി ഒരു ഐഡിയ വരുത്തിയിട്ടാണ് നമ്മൾ ഗ്ലൂ വാളൊക്കെ മാറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗ്ലൂ വാളൊക്കെ ഇട്ടു ഒന്ന് സേഫായിട്ട് കവർ എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഗ്ലൂ വാൾ ഇട്ടപ്പോൾ എനിക്ക് ആരെയും കാണാനില്ല. പിന്നെ അതെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ ഗ്ലൂ വാൾ പോലെ ആക്കി എല്ലാം കൂടെ ഒരു സൈഡിലാവുന്ന രീതിയിൽ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് പിടിച്ചതിന് ശേഷം ഹെഡ് അടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല ഗൈസ്, നടക്കുന്നില്ല. അവസാനം പിന്നെ കുത്തിപ്പിടിക്കാൻ തന്നെ തീരുമാനിച്ച് UMP എടുത്ത് കുത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് ഗ്ലൂ വാൾ ഇടുന്നത് കാരണം എനിക്ക് അങ്ങോട്ട് അടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ ഗ്ലൂ വാൾ ഇടുമ്പോഴാണ് എൻ്റെ കയ്യിലും ഗ്ലൂ വാൾ ഉണ്ട്, എന്നാൽ പിന്നെ ഞാനും ഇടും. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഗ്ലൂ വാൾ ഇട്ടുകൊണ്ടിരുന്നത്. ആൾ ഗ്ലൂ വാൾ ഇടുമ്പോൾ ഞാൻ ഓർക്കും എനിക്കും ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഞാനും കാണിച്ചു തരാം എൻ്റെ ഗ്ലൂ വാളിൻ്റെ ഭംഗി എന്നും പറഞ്ഞ് ഞാനും ഗ്ലൂ വാൾ ഇടും. അങ്ങനെ രണ്ടുപേരും ഗ്ലൂ വാളിൻ്റെ ഭംഗി കാണിച്ച് അവസാനം സോൺ വരാറായപ്പോഴത്തേക്കും ആൾ കുറച്ചിങ്ങോട്ട് കയറി വന്നു. അപ്പോൾ എന്നെ സോൺ പകുതി കൊണ്ടുപോകാറിങ്ങനെ ആയി നിൽക്കുമായിരുന്നു. പിന്നെ വേഗം കുത്തിപ്പിടിച്ച് അങ്ങ് വേണ്ട നമ്മൾ ഫിനിഷ് എടുത്തിട്ട് വിക്ടറി അടിച്ചിട്ടുണ്ട്. ഇപ്പം 4-2 പറഞ്ഞാണ് നിൽക്കുന്നത്. 2 കളി പിടിച്ചെങ്കിലും പിന്നെ നമ്മൾ അങ്ങോട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓൾറെഡി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കയ്യിൽ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി പർച്ചേസ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ആകപ്പാടെ നമ്മുടെ മഷ്റൂം മാത്രം എടുത്തുകൊണ്ട് പിന്നെയും നമ്മൾ കയറി ചെല്ലുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ് എവിടെയാണ് എനിമിന്ന്. അപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ നിന്ന് വരുമോ ബാക്കിൽ നിന്ന് വരുമോ എന്നൊക്കെ ഡൗട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സൈഡിൽ നിന്ന് തന്നെ വന്നു. പിന്നെ ഹെഡ് അടിക്കാനായിട്ട് നോക്കുന്നുണ്ട് ഗൈസ്, പക്ഷേ നടക്കുന്നില്ല. അപ്പോഴത്തേക്കും ആൾ ഇങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ഡാമേജ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ
ഹെഡ് അടിക്കാൻ നോക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഡാമേജ് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റിയിട്ട് UMP എടുക്കും. എന്നാലും എനിക്ക് ഒരു ഹെഡെങ്കിലും അടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ പിന്നെ ഇങ്ങനെ ഗണ്ണ് സ്വിച്ച് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ദേ പിന്നെ ആൾ ഗ്ലൂ വാൾ. ഇപ്പോൾ ഞാനാണെങ്കിൽ ഗ്ലൂ വാളിൻ്റെ ഇവിടെ കവർ എടുത്ത് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ദേ ആൾ പിന്നെയും ഫ്രണ്ടിലോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തേ ഗ്ലൂ വാളിട്ട് ഫ്രണ്ടിലോട്ടൊക്കെ കയറി സേഫ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് ദേ കുറച്ച് ഡാമേജ് കൊടുത്തപ്പോൾ എനിക്ക് അതിന് ഇരട്ടി ഡാമേജ് കിട്ടി. ഞാൻ വിചാരിച്ചു തീർന്നു, അയ്യോ പിന്നെയും കളി കയ്യിൽ നിന്ന് പോയി. പക്ഷേ ഇല്ല ഗൈസ്, വേഗം തന്നെ വട്ടത്തിൽ ഗ്ലൂ വാൾ ഇട്ടു. അപ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിയൊക്കെ വന്ന് വേഗം വട്ടത്തിൽ ഗ്ലൂ വാൾ ഇട്ടു കേട്ടോ. അത് വേറൊരു കാര്യം. എന്നിട്ട് നിങ്ങൾക്കിത് വലിയ കാര്യമല്ലാന്ന് എനിക്കറിയാം, കാരണം നിങ്ങളെല്ലാവരും ഭയങ്കര പ്രോ പ്ലെയേഴ്സാണ്. പക്ഷെ ഞാൻ അങ്ങനെ അല്ലല്ലോ ഗൈസ്. അപ്പോൾ എനിക്കിതൊരു വലിയ കാര്യമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ പിന്നെ വട്ടത്തിലൊക്കെ ഗ്ലൂ ആയിട്ട് നമ്മൾ മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നല്ലതായിട്ട് വിട്ട് വരുന്നുണ്ട് കേട്ടോ. ലൈക്ക് എൻ്റെ ആ ഒരു കളി അറിയാവുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്നോടുള്ള ആ സ്നേഹം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ലൈക്ക് വിട്ട് വരുന്നുണ്ടായിരുന്നു നന്നായിട്ട്. കാരണം നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോൾ ആൾ ഓക്കെ ഹീൽ ചെയ്യാനായിട്ടുള്ള ടൈം തരുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ കേട്ടോ കളിക്കുന്നത്. അതെനിക്ക് ഫസ്റ്റ് കളി ഏതായാലും ദുരന്തം എന്ന് പറയാനായിട്ടില്ല, അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞത് ഇവിടെ വന്നിരുന്നപ്പോഴും എനിക്ക് ആൾക്ക് വേണമെങ്കിൽ എന്നെ അടിക്കായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് എനിക്കത് കൊണ്ടില്ല. എനിക്ക് ആൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലായില്ല. കാരണം ഓൾറെഡി താഴത്തോട്ട് വീണപ്പോൾ ഇത്രയും പെട്ടെന്ന് മുകളിലോട്ട് കയറി വരുമെന്ന് ഞാനൊട്ട് എക്സ്പെക്ട് ചെയ്യാത്ത കാരണമാണ് ഞാൻ അങ്ങനെ പോയിരുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഹെഡിലൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെച്ചൊക്കെ അടിക്കായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ആൾ താഴത്തോട്ട് ആടി. അപ്പോൾ മോളിൽ ഇരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുത്ത് അങ്ങനെ നോക്ക് ചെയ്തിട്ടുണ്ട്. നോക്കല്ല, ഫിനിഷ് ചെയ്ത് നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത റൗണ്ടിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ 5-2 പറഞ്ഞാണ് പോയിന്റ് നിൽക്കുന്നത്. ഇനി നമ്മളൊരു 3 റൗണ്ടും കൂടെ വിജയിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വിക്ടറി അടിക്കാനായിട്ട് ബൂയ അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് നമുക്ക് വിജയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ എന്തായാലും ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല, ഇനി വിട്ടുകൊടുക്കുകയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വേണ്ട ഗ്ലൂ വാൾ ഇട്ടുകൊണ്ട് പിന്നെയും ഫ്രണ്ടിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ആ സൈഡിൽ നിന്നും ഗ്ലൂ വാൾ കണ്ടു കേട്ടോ. ആദ്യത്തെ 2-3 റൗണ്ടായിരുന്നു എനിക്ക് യാതൊരുവിധ ഐഡിയയും തരാതെ കളിച്ചത്. പിന്നെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. ലൈക്ക് ആൾ എവിടെയാണെന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ചെറിയ ടെൻഷനുണ്ട്. കാരണം ഇവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഇവിടെയൊക്കെ ഫുൾ പില്ലേഴ്സും കാര്യങ്ങളൊക്കെ ആയത് കാരണം എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കയറി ഓടി വന്ന് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോൾ വേഗം തന്നെ ആൾ ഗ്ലൂ വാൾ ഇട്ടു. പിന്നെ ഞാൻ അവിടെ ഒളിച്ചിരുന്നു. അപ്പോഴത്തേക്കും ആൾ കയറി വന്നു. പിന്നെയും കുത്തിപ്പിടിച്ച് നമ്മൾ വേണ്ട അങ്ങനെ നോക്ക് ചെയ്ത് നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ 6-2 പറഞ്ഞാണ് പോയിന്റ് നിൽക്കുന്നത്. 2 റൗണ്ടും കൂടെ നമ്മൾ വിക്ടറി അടിച്ചാൽ നമുക്ക് ബൂയ അടിക്കാനായിട്ട് പറ്റും. അങ്ങനെ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഗ്ലൂ വാൾ ഇട്ട ആൾ പെട്ടെന്ന് തന്നെ ഇങ്ങ് എത്തി കേട്ടോ. ഈ റൗണ്ടിലെ എൻ്റെ ഫസ്റ്റ് ഗ്ലൂ വാളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ നോക്ക് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോഴത്തേക്കും വേഗം എനിക്ക് കുറച്ച് ഡാമേജ് ഒക്കെ തന്നിട്ട് വേഗം ഗ്ലൂ വാളൊക്കെ ഇടാനായിട്ട് നോക്കുന്നുണ്ട്. അത് ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ കൂടെ കയറി അടിച്ചതല്ല, ഞാൻ ഹാക്കറൊന്നും അല്ല, എന്തൊക്കെയോ ബഗ് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെയും വിക്ടറി അടിച്ചിട്ടുണ്ട് ഗൈസ്, കുത്തിപ്പിടിച്ച്. അപ്പോൾ ഇപ്പോൾ 7-2 പറഞ്ഞാണ് നിൽക്കുന്നത്. ഇനി ഒരേ ഒരു റൗണ്ടും കൂടെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ബൂയ അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ റൗണ്ട് ഏതായാലും ഞാൻ തന്നെ വിജയിക്കും എന്നൊക്കെയുള്ള ആ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടല്ലോ. നമ്മളിങ്ങനെ കുറേ പോയിന്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതേതായാലും എൻ്റെ കയ്യിലെ ഈ റൗണ്ട് ആ ഒരു ഓവർ കോൺഫിഡൻ്റ് ഒക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. എന്താവുമെന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, ഇതുവരെ ഇല്ലാത്ത ഒരു എനർജിയും അങ്ങോട്ടേക്ക് കയറിപ്പോലും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ എന്തൊക്കെയോ പ്രശ്നം മണക്കുന്നുണ്ട്. ഇത്രയും ഓവർ കോൺഫിഡൻ്റ് ആയ മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് കളി പോകാനാണ് ചാൻസ്. എന്തൊക്കെ ആയാലും പിടിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ പിന്നെയും ഞാൻ നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്ലൂ വാളൊക്കെ ഇട്ട് ഞാൻ വിചാരിച്ച് താഴത്തോട്ട് ഇറങ്ങി കാണുമെന്ന്, പക്ഷേ ഇറങ്ങിയില്ല കേട്ടോ. ആൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഗൈസ്. അങ്ങനെ പെട്ടെന്ന് പേടിച്ചോടുന്ന ടൈപ്പൊന്നും അല്ല. നമ്മൾ അടിച്ചാൽ തന്നെ വേഗം ഹീൽ ചെയ്യും, എന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ആളുടെ ഗെയിമിൽ നല്ല വിശ്വാസം ഉണ്ടെന്ന്. അങ്ങനെ ഗ്ലൂ വാളൊക്കെ ഇട്ടൊന്ന് ഹീൽ ചെയ്യാലോ എന്ന് ഓർത്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് കയറിയൊക്കെ വന്ന് നമ്മളെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വിചാരിച്ച പോലെ തന്നെ കയ്യിൽ നിന്ന് പോയി. ഞാൻ അപ്പോഴേ വിചാരിച്ച ഇനി ഇത്രയും ഓവർ കോൺഫിഡൻസ് വേണ്ട ഈ റൗണ്ടിലെന്ന്. അങ്ങനെ ഈ റൗണ്ട് തുടങ്ങിയപ്പോഴത്തേനും ഈ റൗണ്ടെങ്കിലും ഒന്ന് വിക്ടറി അടിച്ച് ബൂയ അടിക്കടേ എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ കയറി ചെല്ലുന്നത്. വേഗം തന്നെ ഗ്ലൂ വാളൊക്കെ ഇട്ട് കയറി ചെല്ലുന്നുണ്ട്. പക്ഷേ എനിക്ക് ആളെവിടെയാണെന്ന് മനസ്സിലായില്ല. ഞാനപ്പോൾ ഈ സൈഡിലാണോ എന്ന് നോക്കുന്നുണ്ട്, കണ്ടില്ല. പിന്നെ അപ്പുറത്തെ സൈഡിൽ മാക്സിമം കാണാവുന്ന രീതിയിലൊക്കെ നോക്കി, കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നാൽ ബാക്കിൽ കൂടെ ചെന്ന് നമുക്ക് അടിക്കാമെന്ന്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, കാരണം അവിടെ എങ്ങാനും ഇനി ഒളിച്ചിരിപ്പുണ്ടോ. ആളങ്ങനെ ഒളിച്ചിരുന്ന് അടിക്കുന്ന ടൈപ്പല്ല. പക്ഷേ ഇപ്പോൾ 7-3 ആണല്ലോ. അപ്പോൾ ഒരു വട്ടം കൂടെ ഞാൻ വിക്ടറി അടിച്ച് കഴിഞ്ഞാൽ ബൂയ അടിക്കും, കളി ഫിനിഷ് ആവും. അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ എന്ന്. പക്ഷേ ഇല്ല ഗൈസ്, ആൾ അടിപൊളി പ്ലെയറാണ്. പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഒളിച്ചിരിക്കുന്നില്ല, പ്രോപ്പറായിട്ട് ഇറങ്ങി അങ്ങ് കളിക്കുവാണ്, റഷ് ചെയ്ത് കളിക്കുവാണ്. അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ കയറി ചെല്ലുന്നുണ്ട്. കാരണം ഇവിടെ എവിടെയൊക്കെ വേണമെങ്കിലും ഒളിച്ചിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ടാണ് കയറി ചെല്ലുന്നത്. പിന്നെ ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് ഒളിച്ചിരിക്കാൻ എവിടെയൊക്കെ പറ്റും എന്നാ. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഇവിടെയൊക്കെ ഒളിച്ചിരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നോക്കുമ്പോഴാണ് ആളുടെ ഗ്ലൂ വാൾ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഉണ്ടെന്ന്. പിന്നെ ഞാൻ ചെറുതായിട്ട് അങ്ങ് ബാക്ക് വലിഞ്ഞു. അപ്പോഴത്തേക്കും ആളും ബാക്ക് വലിഞ്ഞ് സൈഡിൽ കൂടെ ഒക്കെ വരാനായിട്ട് നോക്കുന്നുണ്ട്.
അപ്പം ഞാൻ ദേ ഫ്രണ്ടിലോട്ട് അങ്ങ് കയറുന്നുണ്ട്. കാരണം സോണും ചെറുതായിട്ട് ഇങ്ങനെ ഷ്രിങ്കായിട്ടൊക്കെ വരും. അതുകൊണ്ട് പിന്നെ സേഫ് സോൺ ഫസ്റ്റ് തന്നെ പിടിക്കാമല്ലോ എന്ന് ഓർത്ത് ഞാനും കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കുത്തിപ്പിടിക്കുമ്പോഴും ആൾ വൺ ടാപ്പ് അടിക്കാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് കൂടുതൽ വശം വൺ ടാപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല, പക്ഷേ ഈ ഒരു കളിയിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഒരു ഗെയിം പോലെ ഇനി ഞാൻ ഗ്ലൂ വാൾ ഇടും, അടുത്തത് നീ ഇട്, അത് കഴിഞ്ഞ് ഞാനിടാം, ആ ഒരു രീതിയിൽ അങ്ങ് ഗ്ലൂ വാൾ ഇട്ട് കുറച്ച് നേരം പോയി, കുറച്ച് സെക്കൻഡ്സിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് ഡാമേജ് ഒക്കെ കിട്ടി. ഞാൻ നല്ല രീതിയിൽ കുത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നു. കുത്തിപ്പിടിക്കാൻ നമ്മൾ ഒട്ടും മോശമല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ എന്ത് സ്പീഡിലാണ് കറങ്ങിയൊക്കെ വരുന്നതെന്നറിയോ. വേഗം തന്നെ പെട്ടെന്നുള്ള ആ ഒരു മൂവ്മെൻറ്റ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ വേഗം തന്നെ ഇങ്ങനെ കറങ്ങിയൊക്കെ വന്ന് അവിടെ ഗ്ലൂ വാളൊക്കെ ഇട്ടു. ചിലപ്പോൾ ആൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ഇങ്ങനെയൊക്കെ കമൻറ്റ് പറയുന്നത്. കാരണം നമ്മൾ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ് കളിക്കുന്നതെന്ന് ശ്രദ്ധിക്കത്തില്ലല്ലോ. പിന്നെ അതിരുന്ന് കാണുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ കാണിച്ചത്. ചില ബോട്ടത്തരൊക്കെ കാണിക്കുമ്പോൾ അയ്യേ ഞാൻ എന്ത് കളിയാണ് കളിച്ചത് എന്നൊക്കെ പിന്നെ നമ്മുടെ ഗെയിം പ്ലേ ഇരുന്ന് നമ്മൾ കാണുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. ആ ഒരു അറ്റ് ടൈം നമുക്ക് ഒന്നും മനസ്സിലാവുകയില്ല. അപ്പോൾ ആളും ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മുടെ എനിമി വേണ്ട ആ ഒരു റൗണ്ടും വിക്ടറി അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 7-4 പറഞ്ഞാണ് നിൽക്കുന്നത് ഗൈസ്. നമ്മളിങ്ങനെ 7 തന്നെ സ്റ്റക്കാക്കിയിട്ട് ആൾ വന്ന് വേഗം ബൂയി അടിക്കുമെന്നാണ് എൻ്റെ സംശയം. പക്ഷേ ക്ലൂലെസ്സിനെ അത്ര വേഗം ഒന്നും തോപ്പിക്കാനായിട്ട് പറ്റത്തില്ല ഗൈസ്. ഡയലോഗ് അടിക്ക് ഒരു കുറവില്ലെന്ന് മനസ്സിലായില്ലേ കളിക്കാൻ അറിയില്ലെങ്കിലും. അങ്ങനെ എപ്പോഴൊക്കെ ഞാൻ ഹെഡ് അടിക്കാൻ നോക്കിയോ അപ്പോഴെല്ലാം എനിക്കായിരിക്കും ഹെഡ് വന്ന് കൊള്ളുന്നത്. പക്ഷേ നോക്കിക്കോ ഗൈസ്, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു റൗണ്ടിൽ ഞാൻ ഹെഡ് അടിച്ചിരിക്കും, ഉറപ്പാണ്. ഇതിപ്പോൾ കപ്പ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയായല്ലോ ഗൈസ്. ഇപ്പോൾ വിക്ടറി അടിക്കും ബൂയ അടിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഓരോ റൗണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. 7 വന്ന് നമ്മൾ സ്റ്റക്കായിട്ട് കിടക്കുവാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വുഡ് പെക്കറൊക്കെ എടുത്തിട്ട് ഹെഡ് അടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എപ്പോൾ ഹെഡ് അടിക്കാൻ നോക്കിയോ അപ്പോഴൊക്കെ എനിക്കിട്ട് ഹെഡ് കിട്ടും. 7-6 പറഞ്ഞാണ് ഗൈസ് ഇപ്പോൾ പോയിന്റ് നിൽക്കുന്നത്. ഈ ഒരു റൗണ്ടും കൂടെ നമ്മുടെ എനിമി വിക്ടറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും, ആരായിരിക്കും ബൂയ അടിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഏതായാലും ഈ റൗണ്ട് നമ്മൾ പിടിക്കാനായിട്ട് നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗ്ലൂ വാളൊക്കെ ഇട്ട് ഞാൻ എനിമി എവിടെയാണെന്നൊക്കെ നോക്കി ഏകദേശം ഒരു ഐഡിയ ഒക്കെ വരുത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും ആളും പതുക്കെ ഗ്ലൂ വാളിട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഞാനും ഇതുപോലെ സൈഡായിട്ട് ചെന്ന് ഗ്ലൂ വാളൊക്കെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇപ്രാവശ്യം ഹെഡ് ഷോട്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡെസേർട്ട് ഈഗിളൊക്കെ എടുത്ത് കുറച്ച് അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നടക്കാത്ത കാരണം ഞാൻ വുഡ് പെക്കറിലോട്ട് പതുക്കെ മാറ്റിയാലോ എന്നുള്ള ചിന്തയിലായിരുന്നു. എന്നാലും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നു. അത് കഴിഞ്ഞ് അവസാനം വുഡ് പെക്കറിൽ മാറ്റി എന്തോ ഭാഗ്യത്തിന് അത് ഹെഡ് കയറി ഗൈസ്. എന്തോ ഭാഗ്യത്തിനല്ല, ഞാൻ പ്രോ പ്ലെയർ ആയതാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.